Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 35th lecture of Management Concepts and Thought. Here I am giving you a brief explanation of principles of direction. Let us discuss the principles of directing. First one, maximum individual contribution. One of the main principles of directing is the contribution of individuals. Management should adopt such directing policies that motivate the employees to contribute their maximum potentials for the attainment of organizational goals. ഡയറക്റ്റിങ്ങിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ആണ്. മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള ഡയറക്റ്റിംഗ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽസ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് മാക്സിമം ഡയറക്റ്റിങ്ങിൽ ഉണ്ടായിരിക്കണം. സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് harmony of objectives. Sometimes there is a conflict between the organizational objectives and individual objectives. For example, the organization wants profit to increase and to retain its major share, whereas the employees may perceive that they should get a major share as a bonus as they have worked really hard for it. ചില സമയങ്ങളിൽ ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ്സും ഇൻഡിവിജ്വൽ ഓബ്ജക്റ്റീവ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഓർഗനൈസേഷൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക, മേജർ ഷെയർസിനെ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എംപ്ലോയീസ് പെർസീവ് ചെയ്യുന്നത് അവർക്ക് മേജർ ഷെയർ ബോണസായിട്ട് കിട്ടുന്നത്. അങ്ങനെ ഒരു പൊരുത്തം അവരുടെ ഓബ്ജക്റ്റീവ്സിലുണ്ടായിരിക്കണം. ഓർഗനൈസേഷൻ്റെ ഓബ്ജക്റ്റീവ്സും ഇൻഡിവിജ്വൽസിൻ്റെ ഓബ്ജക്റ്റീവ്സും തമ്മിലൊരു ഹാർമണി ഉണ്ടായിരിക്കണം. തേർഡ് വൺ ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് എ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ അറ്റ് എ ടൈം. If he receives instructions from more than one superior at the same time, it will create confusion, conflict and disorder in the organization, and also he will not be able to prioritize his work. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ട ഒരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അത് ഡയറക്റ്റിങ്ങിലും പറയുന്ന കാര്യമാണ്. ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഒരു സബോർഡിനേറ്റ് അറ്റ് എ ടൈം ഇൻസ്ട്രക്ഷൻസ് റിസീവ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരുപാട് സുപ്പീരിയേഴ്സിൽ നിന്നും ഒരേ സമയം ഇൻസ്ട്രക്ഷൻസ് റിസീവ് ചെയ്യുകയാണ് എങ്കിൽ അവിടെ കൺഫ്യൂഷനും കോൺഫ്ലിക്റ്റും ഡിസോർഡേഴ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് അവരുടെ വർക്കിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പ്രയോറിറ്റി കൊടുക്കാനും ഒക്കെ സാധിക്കാതെ വരും. ഒരുപാട് സുപ്പീരിയേഴ്സിൽ നിന്നും ഒരു സബോർഡിനേറ്റ് ഒരേ സമയം ഇൻസ്ട്രക്ഷൻസ് റിസീവ് ചെയ്യുകയാണ് എങ്കിൽ. അപ്പോൾ ഇവിടെ പറയുന്ന പ്രിൻസിപ്പിൾ എന്താണ്? യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു സമയം ഒരു സുപ്പീരിയർ മാത്രമേ ഒരു സബോർഡിനേറ്റിന് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കമാൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഫോർത്ത് പ്രിൻസിപ്പിൾ ഈസ് അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ ടെക്നിക്. Among the principles of directing, this one states that appropriate direction techniques should be used to supervise, lead, communicate, and motivate the employees based on their needs, capabilities, attitudes, and other situational variables. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണമെന്നാണ്. അതായത് സൂപ്പർവൈസ് ചെയ്യുക, ലീഡ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ഈ 4 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷനാണ് ഈ 4 എലമെൻറ്റുകളായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ എലമെൻറ്റ്സുകളാണ് അപ്രോപ്രിയേറ്റ് ടെക്നിക്സ് ആയിട്ട് യൂസ് ചെയ്യണമെന്നാണ് ഈ ഫോർത്ത് പ്രിൻസിപ്പിൾ പറയുന്നത്. മാത്രമല്ല അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്? സിറ്റുവേഷണൽ വേരിയബിൾസിനനുസരിച്ച് അവരുടെ നീഡ്സും കേപ്പബിലിറ്റീസും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ അനുസരിച്ച് വേണം ഈ 4 എലമെൻറ്റ്സ് യൂസ് ചെയ്യാൻ. ഫിഫ്ത്ത് വൺ, മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, ഇറ്റ് ഷുഡ് ബി സീൻ ദാറ്റ് the instructions are clearly conveyed to the employees, and it should be ensured that they have understood the same meaning as was intended to be communicated. മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന പ്രിൻസിപ്പിൾ പറയുന്നത്
ഇൻസ്ട്രക്ഷൻസ് ശരിയായ രീതിയിൽ എംപ്ലോയീസിലേക്ക് നൽകുകയും അതവർ ശരിയായ മീനിങ്ങിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പോസിബിൾ ആവുകയുള്ളൂ. 6th one, use of informal organization. Within every formal organization, there exists an informal group or organization. The manager should identify those groups and use them to communicate information. There should be a free flow of information among the senior and the subordinates, as an effective exchange of information are really important for the growth of an organization. ഫോമൽ ഓർഗനൈസേഷനകത്ത് തന്നെ ഒരുപാട് ഇൻഫോർമൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. മാനേജേഴ്സ് ആ ഗ്രൂപ്പുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരിലൂടെയാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ വേണമെങ്കിൽ അവിടെ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് അത്യാവശ്യമാണ്. സീനിയേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സുമായിട്ട് ഇഫക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് അത്യാവശ്യമാണ്. 7th principle is leadership. Managers should possess a good leadership quality to influence the subordinates and make them work according to their wish. It is one of the important principles of directing. ലീഡർഷിപ്പാണ് ഡയറക്റ്റിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു മാനേജേഴ്സിനാണ് അവരുടെ സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുക. എന്താണോ സബോർഡിനേറ്റ്സിൻ്റെ വിഷ് അതിനനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാനൊരു അവസരം മാനേജേഴ്സിന് കൊടുക്കാൻ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എങ്കിൽ സാധിക്കും. The last principle in directing is follow through. As per this principle, managers are required to monitor the extent to which the policies, procedures and instructions are followed by the subordinates. If there is any problem in the implementation, then the suitable modifications can be made. ഓർഗനൈസേഷൻ്റെ പോളിസീസും പ്രൊസീജിയേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഫോളോ ചെയ്താണോ സബോർഡിനേറ്റ്സ് വർക്ക് ചെയ്യുന്നതെന്ന് മാനേജേഴ്സ് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ഈ ഫോളോ ത്രൂ പ്രിൻസിപ്പിളിലൂടെയാണ് അവർ അത് ചെയ്യുന്നത്. ഇംപ്ലിമെൻറ്റേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം എറൈസ് ചെയ്യുകയാണ് എങ്കിൽ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് എടുക്കാം. അങ്ങനെ 8 പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഡയറക്റ്റിങ്ങിൽ പറഞ്ഞത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. താങ്ക് യു ഫോർ ലിസണിങ്.